സജീവ്സ് എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ ഞാൻ എപ്പോഴും മിസ്സിനോട് ചോദിക്കണമെന്ന് ഓർത്തതാണ്, മിസ്സിന് തുടക്കം മുതലേ തന്നെ ഇതേപോലെ ഇങ്ങനെ ടീച്ചിങ് പ്രൊഫഷൻ തന്നെയാണോ ഇഷ്ടം, അതോ എന്തെങ്കിലുമൊക്കെ നിർബന്ധത്തിനാണോ മിസ് ടീച്ചിങ് ഫീൽഡിലേക്ക് വന്നത്? ശരിക്കും മിസ് ഒരു 10th ഒക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ ഏറ്റവും വലിയൊരു പാഷനാണ് ടീച്ചിങ്. അപ്പോൾ നമ്മളൊരു മനസ്സിലൊരു ആഗ്രഹം കൊണ്ട് നടന്നാലേ പിന്നെ അതിലേക്കായിരിക്കുമല്ലോ നമ്മുടെ യാത്ര. ഇങ്ങനെ ഒരു ടീച്ചർ ആകണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് പഠിച്ചതും എൻ്റെ എഡ്യൂക്കേഷന് സെറ്റ് ചെയ്തതൊക്കെ ആ രീതിയിലാണ്. അതെ അതെ, നമ്മള് പഠിച്ചതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് മിസ് ഇപ്പൊ കുറെ പുതിയ എക്സാംസ് ഒക്കെ ഉണ്ടല്ലേ. നമ്മള് പണ്ടെന്ന് പറഞ്ഞാൽ BEd കഴിഞ്ഞു ഉടനെ തന്നെ ഒരു PSC പരീക്ഷ എഴുതി. അപ്പൊ അതിനു മുൻപ് കുറച്ച് എക്സാംസ് ഒക്കെ ഇല്ലേ? അതെ, അതായത് എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളൊരു LP UP ഹൈസ്കൂൾ ടീച്ചറൊക്കെ ആകണമെങ്കിൽ തുടക്കത്തില് LP UPക്ക് മെയിൻ ആയിട്ട് KTET അല്ലേ? അതൊരു കടമ്പയാണ് നമ്മളെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും സൈലത്തില് KTETന്റെ ബാച്ച് ഉണ്ടായിരുന്നല്ലോ മിസ്സേ, വിജയമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര വിജയമായിരുന്നു, അടിപൊളിയായിരുന്നു. തീർച്ചയായിട്ടും സൈലം എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ആണല്ലോ മിസ്സേ. അപ്പൊ അതിലേക്ക് കുട്ടികൾ ഒരുപാട് വന്നു, അതിനനുസരിച്ച് തന്നെ നമുക്ക് അത്രയും നല്ലൊരു റിസൾട്ട് ഉണ്ടായിരുന്നു. അതായത് ഉദ്യോഗാർത്ഥികളുടെ ഒരു പേടി സ്വപ്നമായിരുന്നു KTET. വളരെ ഈസി ആയിട്ട് സൈലത്തിലെ ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് പാസ്സാകാൻ സാധിച്ചിട്ടുണ്ട്. അടുത്ത എക്സാം ജൂണിലല്ലേ? ജൂണിലാണ്. അപ്പൊ നമ്മൾ പുതിയ ബാച്ചസ് ആരംഭിക്കുവാണ്. നമ്മൾ കുട്ടികളുടെ മുമ്പിലേക്ക് അതിനെയും കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എന്തായിരുന്നു മിസ്സേ നമ്മുടെ കാറ്റഗറി കാറ്റഗറി 1 അല്ലെ? KTET കാറ്റഗറി 1 എങ്ങനെയാ മിസ്സേ? കാറ്റഗറി 1 എന്ന് പറയുന്നത് നമ്മുടെ ഏത് ബാച്ചും പോലെ തന്നെ എക്സാം വരെയാണ് അതിന്റെ ഡ്യൂറേഷൻ. കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എക്സാം വരെയാണ്. ഫീസ് 1499 രൂപയാണ് കാറ്റഗറി 1ന്റെ ഫീസ്. പിന്നെ അതുപോലെ തന്നെ മിസ് കാറ്റഗറി 2 ആകുമ്പോഴോ ഫീസിന് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അതെ അതെ അതെ, അതായത് ഒരു 2000 രൂപയ്ക്കകത്ത് 1999 രൂപയ്ക്ക് KTET 2 മുഴുവൻ ടോപ്പിക്കുകളും വളരെ ഭംഗിയായിട്ട് ക്ലാസ്സിൽ എടുക്കുന്നു. ഇതിന്റെ ക്ലാസ് സ്ട്രക്ചർ ഒക്കെ എങ്ങനെയാണ് മിസ് വരുന്നത്? നമുക്ക് ഓൾറെഡി ക്ലാസ്സസ് ആരംഭിച്ചു കഴിഞ്ഞു. നമുക്ക് റെക്കോർഡും ഉണ്ടാകും, അതുപോലെ തന്നെ ലൈവ് സെക്ഷൻസും ഉണ്ടാകും. അപ്പൊ ഈ പഠിക്കുന്നവർക്ക്, വേറെ ജോലി ചെയ്യുന്നവർക്കൊക്കെ റെക്കോർഡ് ക്ലാസ് കൂടി അവൈലബിൾ ആണ്. പിന്നെ മോക്ക് ടെസ്റ്റും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ഈ ഒരു നമ്പറിലാണ് നിങ്ങൾ ചേരണം. ടീച്ചിങ് പ്രൊഫഷനിലേക്ക് നോക്കുന്നവര് തീർച്ചയായിട്ടും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യണം. കാരണം ഓൾറെഡി ക്ലാസ്സസ് ആരംഭിച്ചു കഴിഞ്ഞു. ജൂണില് നമ്മുടെ എക്സാംസും ഉണ്ടാകും. പിന്നെ മിസ്സേ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരുടെ ക്ലാസ്സുകളാണ് ഇതൊക്കെ കിട്ടുന്നത്. പിന്നെ മിസ്സേ എത്രത്തോളമാണ് KTET 1 and 2ന്റെ ഇംഗ്ലീഷ് കുട്ടികളെ ഈ ഒരു കടമ്പ കടക്കാൻ സഹായിക്കുന്നത്? എന്തൊക്കെയാണ് അതില്? ഒരുപാട് പഠിക്കാനുണ്ടോ ഇംഗ്ലീഷ്? അങ്ങനല്ല മിസ്സേ, ഗ്രാമർ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മത്സര പരീക്ഷകളുടെയും ഏകദേശം ഒക്കെ സെയിം ടോപ്പിക് തന്നെയാണ്. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കോൺകോഡ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട് മിസ്സേ. കോൺകോഡ് എന്ന് പറഞ്ഞ മിസ് കേട്ടിട്ടുണ്ടാകും. സബ്ജക്റ്റും വെർബും തമ്മിലുള്ള ഒരു എഗ്രിമെന്റിനെയാണ് നമ്മള് കോൺകോഡ് കണക്ഷൻ. അതായത് നമ്മള് ഒരു സെന്റൻസ് എഴുതുമ്പോൾ അതിന്റെ സബ്ജക്ട് സിംഗുലാർ ആണെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ആരായിരിക്കണം? സിംഗുലാർ തന്നെ വേണം. അതുപോലെ തന്നെ സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന വെർബും പ്ലൂറൽ ആയിരിക്കും. സോ മിസ് ഇപ്പൊ കണക്റ്റിംഗ് വേർഡ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മള് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണക്റ്റിംഗ് വേർഡ് ഇംഗ്ലീഷിൽ പറയുന്നത് ആൻഡ് ആണ്. ഇവിടെ ഒരു സെന്റൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. രാജു ആൻഡ് രാധ ഡാഷ് ഗോയിങ് ടു മീറ്റ് മായാവി. ഇവരെയൊക്കെ മിസ്സിന് അറിയാമോ? രാജു രാധയും മായാവി. ഇവർ രണ്ടുപേരും കൂടെ മായാവിയെ കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ നമ്മള് രാജു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണല്ലോ സിംഗുലാർ, രാധ എന്ന് പറയുന്നതും സിംഗുലാർ ആണ്. ഈ രണ്ട് സിംഗുലാർ സബ്ജക്ട്സിനെയും നമ്മൾ ആരെ വെച്ചാ കണക്ട് ചെയ്തിരിക്കുന്നത്? ആൻഡ് കൊണ്ട് കണക്ട് ചെയ്തു. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോ മലയാളത്തിൽ ഇതിന്റെ അർത്ഥം എന്താവും മിസ്സേ? രാജുവും രാധയും. ആ എന്നുള്ളതാണ് ആൻഡ് വരുന്നത്. ഇപ്പൊ രാജുവും രാധയും എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നൊരു പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ട് മാറി. പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ട് മാറിയത് കൊണ്ട് തന്നെ ഇതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന വെർബും ആരായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. അപ്പൊ ഇവിടുന്ന് തീർച്ചയായിട്ടും നമുക്ക് ആര് വരും? ആർ ഗോയിങ് ടു മീറ്റ് മായാവി. അതുപോലെ തന്നെയാണ് മിസ്സേ. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് ഹിസ് ഫേവറേറ്റ് ഫുഡ്. അപ്പൊ മിസ് വീട്ടിൽ ചെല്ലുമ്പോ മിസ്സിന്റെ മോൻ ചോദിക്കുവാണ്, അമ്മ ഇന്ന് എന്താ കഴിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ മിസ് പറയും ബ്രെഡും ബട്ടറും കൂടെ കഴിച്ചോളാം പറയും.
അങ്ങനെ കഴിച്ചോളാൻ പറയുമ്പോ മോൻ എന്താ ചെയ്യണേ? ആദ്യം കുറെ ബ്രെഡ് എടുത്ത് കഴിച്ചിട്ട് പിന്നെ കുറെ ബട്ടർ കൂടി വായിലേക്ക് അല്ല, രണ്ടും കൂടെ മിക്സ് ചെയ്യും അല്ലേ? അപ്പൊ ഇപ്പം മോൻ കഴിച്ച ഫുഡ് ബ്രെഡും അല്ല ബട്ടറും അല്ല, ഇത് രണ്ടും കൂടെ ചേർന്ന പുതിയൊരു ഫുഡാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രെഡ് എന്ന് പറഞ്ഞ സിംഗുലാർ സബ്ജക്റ്റിനെയും ബട്ടർ എന്ന് പറഞ്ഞ സിംഗുലാർ സബ്ജക്റ്റിനെയും നമ്മള് ആൻഡ് കൊണ്ട് കണക്ട് ചെയ്തപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് പുതിയൊരു സിംഗുലാർ ഐറ്റം ആയിട്ട് മാറി. സിംഗുലാർ ഐറ്റം ആയിട്ട് മാറിയത് കൊണ്ട് തന്നെ ഇതിന് ശേഷം ഏത് വെർബേ കൊടുക്കാൻ പറ്റുള്ളൂ? സിംഗുലാർ വെർബേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആൻസർ ഈസി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളിപ്പം ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഗ്ലോബൽ ലാംഗ്വേജ് ആണ് അല്ലെ? അപ്പൊ ശരിക്കും ഇത് ഒരു ടീച്ചർ അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റ്. തീർച്ചയായിട്ടും അതെ. ഒരു ടീച്ചർ ഒരു കുട്ടി വന്ന് സംശയം ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കേണ്ടതാണ്. വെരി ഗുഡ്. അതെ 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 അതെ. ഇത് ഇപ്പൊ മിസ് പറഞ്ഞില്ലേ ഈ ഒരു കണക്ഷൻ, ഇത് തന്നെ അഗൈൻ മലയാളത്തിലും വരുന്നുണ്ട്. അതായത് മലയാളത്തിലാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറയണേ അമ്മ കുഞ്ഞ് ആഹാരം കൊടുത്തു, അങ്ങനെ പറയുമ്പോ അവിടെ അർത്ഥമില്ല. അതെ അതെ അതെ. എന്നാൽ ഇവയെ തമ്മിൽ ചേർക്കാനായിട്ട് ഒരു ചെറിയൊരു പ്രത്യയം, ഞങ്ങൾ അത് വിഭക്തി പ്രത്യയം എന്ന് പറയും, ചേർത്തു. അപ്പൊ അമ്മ കുഞ്ഞിന് ആഹാരം കൊടുത്തു. ഞാൻ ഇന്നലെ കൂട്ടുകാരി കണ്ടു, ഞാൻ ഇന്നലെ കൂട്ടുകാരിയെ കണ്ടു എന്ന് ആക്കണം. അത് സെയിം തന്നെയാണ്. അതിനെ നമ്മൾ മലയാളത്തിലാകുമ്പോൾ വിഭക്തി പ്രത്യയം. ഇത് കേട്ടിട്ട് 1 and 2 and 3 മൂന്നിലും ഒരുപോലെ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. അത് നമ്മൾ പലപ്പോഴും കുട്ടികളെ പെട്ടെന്ന് പഠിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഒരു കോഡ് പറഞ്ഞിട്ടുണ്ട്. മിസ്സേ നിപ്രസം ഉപ്രസം ആ, നിപ്രസം ഉപ്രസം ആ. ഇപ്പൊ നമ്മുടെ സുമി മിസ് ഇംഗ്ലീഷിൽ പറഞ്ഞ ആ ഒരു ടേം തന്നെയാണിത്. പരസ്പരം ഒരു വാക്യത്തിലെ പദങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വ്യാകരണ രൂപങ്ങളാണ് വിഭക്തി പ്രത്യയം. ഇത് പേര് മാത്രം ഇപ്പൊ പഠിച്ചു വെക്കുക. നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക, പ്രയോജിക, സംബന്ധിക, ആധാരിക. ഇതുപോലെ വിവിധങ്ങളായ പദങ്ങളെ തമ്മിൽ ചേർത്തുകൊണ്ട് മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് ഉണ്ടാക്കിയെടുക്കുന്നു. കണ്ടില്ലേ ഇംഗ്ലീഷും മലയാളം തമ്മിലുള്ളൊരു കോമ്പിനേഷൻ. നമ്മളെ ഫ്രണ്ട്ഷിപ്പ് പോലെ. അപ്പോ കേട്ടിട്ട് 1 and 2 ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു. മിസ് ക്ലാസ്സിലൊക്കെ കയറി തുടങ്ങി. പിന്നെ തീർച്ചയായിട്ടും കയറി തുടങ്ങി. നല്ല റെസ്പോൺസ് ഉണ്ട് കുട്ടികൾക്ക്. അപ്പം ഇതേപോലെ വളരെ രസകരമായ ക്ലാസ്സുകളുമായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പം എന്താണ് മിസ്സേ നമ്മൾ പറയാൻ ആഗ്രഹിച്ചു വന്ന കാര്യം? തീർച്ചയായിട്ടും അതെ, ഈ ജൂണിൽ അടുത്ത കേട്ടിട്ട് 1 and 2 എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഈ ഒരു കടമ്പ കടന്നാൽ ഇനി വരുന്ന LP UP സൈലം BSCയുടെ തന്നെ ബാച്ചിലേക്ക് ഒരു ടീച്ചർ ആകുക എന്നുള്ള മോഹമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അല്ലെ? നല്ല റിസൾട്ട് ഇനി നമുക്ക് വരാൻ പോവുകയാണ് LP UPയുടെ. അപ്പൊ അടുത്ത വർഷം ടീച്ചറായിട്ട് കയറണമെങ്കിൽ കേട്ടിട്ട് പാസ്സാവണം. ഇവരെയും അർത്ഥമായി ഇംഗ്ലീഷ് മലയാളം ക്ലാസ്സുകളിലേക്ക് കേട്ടിട്ട് 1 and 2 ബാച്ചിലേക്ക് അർത്ഥമായി സ്വാഗതം ചെയ്യും. എല്ലാവർക്കും ഇനി ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാവുന്നതാണ്. ഒരുമിച്ച് നമ്മുടെ സ്വപ്നത്തിലേക്ക് നടന്നെടുക്കാവുന്നതാണ്. സോ താങ്ക് യു.